ദാവീദിന്റെ വംശം വഴി യേശുവിന്റെ വരവിനെ ദൈവിക ദൗത്യം വ്യക്തമാക്കുന്നു. സകലവും ദൈവത്താൽ മുൻനിർണയിക്കപ്പെട്ടതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് നോക്കിയാൽ മത്തായി 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു തന്നെ അവകാശിയെന്ന് സ്ഥാപിക്കുന്നതായി കാണാം. ഓരോ തലമുറകളും ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ക്രിസ്തുവിന്റെ വരവിനായി ദൈവം തിരഞ്ഞെടുത്ത കുടുംബം ദൈവത്തിന്റെ കൃപയുടെ ഭാഗമാണ്. ഈ വംശാവലി ദൈവത്തിന്റെ പ്രവൃത്തിയുടെയും വിശ്വസ്തതയുടെയും അവന്റെ കരുതലിന്റെയും തെളിവാണ്. ക്രിസ്തുവിന്റെ വരവ് ആദ്യം മുതലേ നിയമിക്കപ്പെട്ടതാണ്. അത് എല്ലാ തലമുറകളുടെയും പ്രതീക്ഷയാണ്. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു തരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. മീഖ 5-ാം അധ്യായം 2-ാം വാക്യം. അതുപോലെ ഇരമ്യാവ് 23-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ ദാവീദിന് നീതിയായുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്.